ഈ പോസിറ്റീവുകൾ മാറ്റി നിർത്തിക്കൊണ്ട് നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുക. ഈ അവസാന സമയമാകുമ്പോൾ ടെൻഷൻ ആവുക, ഈ അവസാന സമയമാകുമ്പോൾ ടെൻഷനായിട്ട് നശിപ്പിക്കാനുള്ളതാണ് ഇതൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2025 കണ്ടിറങ്ങിയിട്ടുണ്ടെന്നാണെങ്കിൽ ഒരു തവണ നമുക്ക് തെറ്റുപറ്റി, ഒരു തവണ നമ്മൾ വീണു, ഇനിയും വീഴാനല്ല, ഒരു തവണ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ അത് തിരുത്തി ഓടാനാണ് നമ്മൾ മുന്നോട്ടേക്ക് ഓടേണ്ടത്. ഇതൊക്കെ ചുമ്മാ ഓരോരാൾ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രം. എക്സാം എന്തായാലും ശരി, നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എന്താണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്. സാധാരണ ഇത് തിരുത്താനുള്ള സമയം നമുക്കില്ലാതെ പോകും. പഠിച്ചവൻ്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചു വെച്ചേക്കുന്ന ആ 3 ദിവസങ്ങളാണ് ഇനിയുള്ള നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന 3 ദിവസങ്ങൾ. മക്കളെ, ഇനി നീറ്റ് എക്സാമിന് 14 ദിവസങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഇനി 14 ദിവസങ്ങളല്ലേ, അങ്ങനെ ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. ഇനി അതല്ല, ഇനി 14 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത്രയും കാലം എടുത്തേക്കുന്ന എഫേർട്ടിന് എല്ലാത്തിനും നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ ഒരു ലൈഫ് മുന്നോട്ടേക്ക് ആ രീതിയിലും ചിന്തിക്കാം. അതായത് ഈ സമയത്ത് നമ്മൾ കുറേ ആലോചിച്ച് കൂട്ടുന്നത്, ഇത്രയും കാലം നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴൊരു തോന്നല, അയ്യോ പഠിച്ചൊന്നും എവിടെ ആയില്ലല്ലോ, എനിക്ക് അത് നോക്കാനുണ്ട്, ഇത് നോക്കാനുണ്ട്. വെറുതെ ചുമ്മാ കുറേ കൺഫ്യൂഷൻസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് വെറുതെ ടെൻഷൻ ആവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോഴിങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട്, ചിലപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ വീട്ടിൽ പോകാൻ തോന്നുക, വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വരുന്ന ദിവസങ്ങൾ കുറേ നഷ്ടപ്പെടുത്തി കളയാം. അതായത് ഇനി അങ്ങോട്ടുള്ള 14 ദിവസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. നമ്മുടെ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ബയോളജിയിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചത്, അയ്യോ ഇതൊക്കെ ഓർമ്മ വരുന്നില്ലല്ലോ, ഇതാകെ ബുദ്ധിമുട്ടാവുണ്ടല്ലോ. ഫിസിക്സിലാണെങ്കിൽ ന്യൂമറിക്കൽസ് ഒന്നും ശരിയാവുന്നില്ല, ചെയ്യുന്നൊക്കെ തെറ്റിപ്പോകുന്നു. ഇതൊക്കെ മുന്നേ എനിക്ക് ചെയ്തപ്പോൾ കിട്ടിയാണല്ലോ, മുന്നത്തെ എക്സാംസിലേക്ക് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്താണല്ലോ. ഇനി എന്തിന് ഓർഗാനിക്കൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു, പക്ഷെ ഓർഗാനിക്കിൽ പോലും തെറ്റിപ്പോകുന്നു. ഇതിനൊക്കെ കാരണം എന്താ അറിയോ? ഒരൊറ്റ നമ്മൾ ചുമ്മാ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയാണ്. നമ്മൾ നമ്മുടെ നെഗറ്റീവ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ഈ സമയത്ത്. നമ്മുടെ പോസിറ്റീവ് കുറേ ഉണ്ട്. ഈ പോസിറ്റീവുകൾ മാറ്റി നിർത്തിക്കൊണ്ട് നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുക. ഈ കാര്യം മാറ്റി കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ രീതിയിലും നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം ഇല്ലാത്തതിനെ കുറിച്ച് ടെൻഷൻ ആവുകയല്ല വേണ്ടത്, നിങ്ങളുടെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്നിട്ട് മാക്സിമം വർക്ക് ചെയ്യുക, ഏറ്റവും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക, അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ടെൻഷനൊക്കെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം. എനിക്കൊരു 15-20 മിനിറ്റ് ചിലപ്പോൾ ഈ വീഡിയോ പോകും. നിങ്ങൾ മുഴുവനായിട്ട് കേട്ടിരിക്കും. നിങ്ങളുടെ എല്ലാ ടെൻഷനും ഈ വീഡിയോ കേൾക്കുന്നതോടുകൂടെ തന്നെ നമുക്ക് മാറ്റാം. നിങ്ങൾ ആദ്യം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കണം. ദെൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തുടങ്ങാം. എന്നാൽ പിന്നെ തുടങ്ങല്ലേ. അതായത് ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് 2025 എക്സാം മെയ് 4 തീയതിയാണ് നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിനോട് മത്സരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇത്രയും കാലത്തെ എഫേർട്ട് എന്താണ് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് മെയ് 4 തീയതിയാണ്. ഈ മെയ് 4 നിങ്ങളുടെ ദിവസമായിട്ട് മാറണം അല്ലേ? ഒരു കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കുറേ മോക്ക് എക്സാംസ് ഇല്ലേ, ദാറ്റ് മീൻസ് മോഡൽ എക്സാംസ്. നിങ്ങൾ ഈ 180 ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കുറേ കാലമായിട്ട് നിങ്ങൾ ഈ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ. ഇതിൽ നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ഓരോ സെൻറ്ററിൽ, നിങ്ങൾ ഏത് സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ, നിങ്ങൾ എവിടെ പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ, നിങ്ങൾ ഇത്രയും കാലം എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമിനേക്കാളും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പേപ്പറായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. നീറ്റ് ക്രാക്ക് ചെയ്ത് ഏതൊരു കുട്ടീനോട് ചോദിക്കുമ്പോഴും ആ കുട്ടിക്കൊക്കെ പറയാനുണ്ടാവുന്ന ഒരു കാര്യം, ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇതേ കണ്ടീഷനിൽ കൂടെ, ഇതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയവർ തന്നെയാണ് അവരെല്ലാവരും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്ട്രിക്ട്ലി NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയായിരിക്കും കാണുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാം നിങ്ങൾക്ക് അറിയാം, കുറേ ആളുകൾ 650 652 വീണുപോയവരുണ്ട്. നിങ്ങൾ വീണ്ടും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. 2024 1 മാർക്കിന് നീറ്റ് നഷ്ടപ്പെട്ടു പോയ കുട്ടികളുണ്ട് എൻ്റെ മുന്നിൽ ഇപ്പോഴും. ആ കുട്ടികളെ പോലെ നിങ്ങൾ മത്സരിക്കാൻ തുടങ്ങി. വീണ്ടും 640 630 വീണുപോയ ആൾക്കാരൊക്കെ വീണ്ടും 2025 നീറ്റ് കണ്ടുകൊണ്ട് അത് സ്വപ്നം കണ്ടുകൊണ്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ അവസാന സമയമാകുമ്പോൾ ടെൻഷൻ ആവുക, ഈ അവസാന സമയമാകുമ്പോൾ ടെൻഷനായിട്ട് നശിപ്പിക്കാനുള്ളതാണ് ഇതൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2025 കണ്ടിറങ്ങിയിട്ടുണ്ടെന്നാണെങ്കിൽ ഒരു തവണ നമുക്ക് തെറ്റുപറ്റി, ഒരു തവണ നമ്മൾ വീണു, ഇനിയും വീഴാനല്ല, ഒരു തവണ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാണെങ്കിൽ അത് തിരുത്തി ഓടാനാണ് നമ്മൾ മുന്നോട്ടേക്ക് ഓടേണ്ടത്. ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും മറ്റേ ആലപ്പുഴ ഒരു സിനിമ വന്നില്ലേ ഇപ്പോഴും, നെസ്ലിൻ്റെ, ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു പയ്യൻ ഇതുപോലെ തന്നെ മുന്നേ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഓർത്തിട്ട് ഇങ്ങനെ ടെൻഷനായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വീണ്ടും ആ ഒരു ഇതിന് പോകുന്ന സമയത്ത്, ബോക്സിങ്ങിന് പോകാൻ പോകുമ്പോൾ ടെൻഷനായിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ തോൽവി ഓർത്തിട്ട് മനസ്സിനെ വല്ലാതെ ഇങ്ങനെ വേദനിപ്പിക്കുക. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാനാണെങ്കിൽ ഓർത്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവും. അതല്ല,
ഇനി എൻ്റെ മുന്നിൽ ഇത് അവസാനത്തെ വർഷമാണ്, ഇത് ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്ത് അടങ്ങും, അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നാണെങ്കിൽ ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവും. അങ്ങനെ കഷ്ടപ്പെട്ടാൽ മാത്രമേ റിസൾട്ട് നാളെ നമ്മുടെ മുന്നിൽ നിൽക്കൂ. അതല്ല തോറ്റതോർത്ത്, നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടതോർത്ത് നമ്മൾ വീണ്ടും വേദനിക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ ഈ വർഷത്തെ നീറ്റും നിങ്ങൾക്ക് പറഞ്ഞതല്ല, ആ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഉള്ളിലുള്ള കോൺഫിഡൻസ് മാക്സിമം എടുത്തുകൊണ്ട് എക്സാം നിങ്ങൾ കണ്ടതിനേക്കാൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈസി ആവുന്നൊന്നും പറയുന്നില്ല. കഴിഞ്ഞ വർഷത്തെ പേപ്പറിനേക്കാളും കുറച്ചൊക്കെ ബുദ്ധിമുട്ടായേക്കാം. അതിൽ തന്നെ ചിലപ്പോൾ കെമിസ്ട്രി പേപ്പർ കുറച്ചും കൂടെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ശരി, നിങ്ങൾ മോഡൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പേപ്പറിനേക്കാളും നിങ്ങൾ ഓരോ മോക്കിൽ എഴുതുന്ന പേപ്പറിനേക്കാളും ഈസി ആയിരിക്കും. ഇതുവരെ നിങ്ങൾ സ്കോർ ചെയ്തതിനേക്കാളും, നിങ്ങൾ ഏത് സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ എക്സാമിന് സ്കോർ ചെയ്തതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് സ്കോർ ആയിരിക്കും. അതിനേക്കാളും ഒരു പൊടി മുകളിൽ ആ സ്കോർ ആയിരിക്കും നിങ്ങൾ നീറ്റിൽ സ്കോർ ചെയ്യാൻ പോകുന്നത്. എക്സാം ഈസി ആയിരിക്കുന്നത് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ആ എക്സാം നിങ്ങൾ സ്ട്രിക്ട്ലി NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരിക്കും നിങ്ങൾ എഴുതുന്നുണ്ടാവുക. അപ്പം തന്നെ ഒരു കാര്യം ആലോചിക്കണം, നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ചോദിക്കുമോ ഇവിടുന്ന് ചോദിക്കുമോ, JEE എക്സാം ഇങ്ങനെയല്ലേ, നമ്മളോട് പറയാൻ കുറേ ആളുകളുണ്ട്. എന്തിന് ചുമ്മാ കയറി ടെൻഷനാക്കാൻ? ഈ വർഷത്തെ ഫിസിക്സ് അങ്ങനെയാവട്ടോ, ഈ വർഷത്തെ കെമിസ്ട്രി ഇങ്ങനെയാവട്ടോ, ബയോളജിയിൽ ഫുള്ള് വാരി വലിച്ച സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ആർക്കറിയുന്നേ? ഇതൊക്കെ പറയുന്ന ആൾ ഇതൊക്കെ ഇവരാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേക്കുന്നത്? ഇതൊക്കെ ചുമ്മാ ഓരോരാൾ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രം. എക്സാം എന്തായാലും ശരി, നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു 100% ഒരു 30% ടെൻഷൻ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ബാക്കിയുള്ള 70% കുറയ്ക്കണ്ടേ? അത് കുറയ്ക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 30% മാറ്റി വെച്ചേ. 2024 മെയ് 24 25 2025 മെയ് 4 അത് നിങ്ങളുടെ ദിവസം തന്നെയാവണം. 2024 മെയ് 5 അന്ന് സംഭവിച്ച എന്തോ അത് മറന്നേക്കുക. അത് റിപ്പീറ്റ് ചെയ്യാനുള്ളതല്ല. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഏറ്റവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനുള്ള മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ 30% ടെൻഷനും കളഞ്ഞേക്ക്. എക്സാം ഈസി ആയിരിക്കും. എക്സാം സ്ട്രിക്ട്ലി NCERT ബേസ്ഡ് ആയിരിക്കും. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതെന്തോ അത് മാത്രമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഇത്രയും കാലം കണ്ടതെന്തോ അത് മാത്രമായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ടാവുക. അത് മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കുക. ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. രണ്ടാമത്തെ കാര്യത്തിലേക്ക്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നിങ്ങളുടെ 30% കൂടെ ടെൻഷൻ കുറയ്ക്കാനുള്ള സാധനം അതെന്താണെന്നല്ലേ? അതാണ് നമുക്ക് വേണ്ട ഒരു പ്രോപ്പർ പ്ലാനിങ്. ഇനിയുള്ള ദിവസങ്ങൾ, ഈ 14 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ ഒരുങ്ങണം, ഏത് രീതിയിൽ നമ്മൾ ഈ 14 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങണം, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ 14 ദിവസത്തെ നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, അതിനാദ്യം പറയാനുള്ള കാര്യം, നിങ്ങൾ ഇതാ താഴെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കാണും. ആ ലിങ്കിൽ കയറിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ജോയിൻ ആയിക്കോ. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന 14 ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും നിങ്ങൾക്ക് മോക്ക് എക്സാംസ് തരാണ് ഈ ഗ്രൂപ്പിലൂടെ. മക്കൾ എല്ലാവരും കമ്മ്യൂണിറ്റി ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാന സമയത്തുള്ള വോയിസ് നോട്ടുകളായിക്കോട്ടെ, അവസാന സമയത്തുള്ള എക്സാംസ് ആയിക്കോട്ടെ, ഏത് രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം, എല്ലാ കാര്യങ്ങളും ഈ കമ്മ്യൂണിറ്റി ലിങ്കിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. വൈകണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ആയിക്കോ. ഓക്കെ, അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇനി നമ്മൾ ഇനിയുള്ള പോകുന്ന ദിവസങ്ങൾ എങ്ങനെ? ആ ദിവസങ്ങളിൽ 14 ദിവസങ്ങളല്ലേ പറഞ്ഞേ, അവസാനത്തെ 3 ദിവസങ്ങൾ നിങ്ങളങ്ങ് മറന്നേക്ക്. ആ 3 ദിവസങ്ങൾ നിങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ 3 ദിവസം നിങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എക്സാം നടക്കാൻ പോകുന്നത് ഈ ഏപ്രിലിൽ തന്നെയാണ്. ഏപ്രിൽ 30-ാം തീയതി. നിങ്ങൾ എന്താണോ ഇത്രയും കാലം സ്വപ്നം കണ്ടത്, നിങ്ങളുടെ നീറ്റ് എക്സാം നടക്കാൻ പോകുന്ന ഡേറ്റ് മെയ് 4-ാം തീയതി അല്ല, മറിച്ച് ഏപ്രിൽ 30-ാം തീയതിയാണ്. അതാണ് ഇന്ന് മനസ്സിൽ ആദ്യം കുറിക്കേണ്ടത്. ഞാൻ ഈ വീഡിയോ പറഞ്ഞ് തീരുന്ന മൊമെൻറ്റോട് കൂടെ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം കുറിച്ചിട്ടുണ്ടാവണം. നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് ഏപ്രിൽ 30-ാം തീയതിയാണ്. ഏപ്രിൽ 30-ന് നിങ്ങൾ ഫൈനൽ നീറ്റ് എക്സാം എഴുതാൻ റെഡി ആയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകും. അതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത്. എന്തിനാന്ന് വൈകാതെ പറയാം. ഇനി നമുക്ക് നമ്മുടെ പ്ലാനിങ്ങിലേക്ക് പോകാം. ഈ പ്ലാനിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയാം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പഠിച്ചു വെച്ച കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എവിടേക്ക് കുഞ്ഞു കൺഫ്യൂഷൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ മാത്രം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും നിങ്ങളെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90-95% കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. ബാക്കി 5% നിങ്ങൾ എവിടെയോ പഠിക്കാതെ പോയിട്ടുണ്ട്. ഈ 5% ഓർത്തുകൊണ്ട് നമ്മൾ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അലട്ടുന്ന പ്രശ്നം എന്തോ, ഏത് ചാപ്റ്ററുകളാണോ, ഏത് ചാപ്റ്ററുകളിൽ ഏത് ഏരിയ ആണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, നിങ്ങൾ പഠിക്കാൻ വിട്ടുപോയി തോന്നുന്നത്, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് 2 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ 14-ൽ 3 ദിവസം എടുത്ത് മാറ്റി ബാക്കിയുള്ള 11 ദിവസങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ആ 11-ൽ ആദ്യത്തെ 2 ദിവസം ഞാൻ നിങ്ങളോട് എടുക്കാൻ പറയാണ്. ആ 2 ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ ഉണ്ടെന്നാണെങ്കിൽ, ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെന്നാണെങ്കിൽ ആ ടോപ്പിക്ക് ക്ലിയർ ചെയ്യുക.
ഇത്രയും കാലം മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. അതായത് ഞാൻ അയ്യോ അത് നോക്കിയില്ലല്ലോ, ഇത് നോക്കിയില്ലല്ലോ, എൻ്റെ മാർക്ക് കുറഞ്ഞു പോയല്ലോ, ഇതൊക്കെ തോന്നുന്നത് എന്തോ കുറച്ച് കാര്യം എവിടെയും ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഏത് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്ന ഏത് അടിപൊളി കുട്ടിയാണെങ്കിലും ശരി, എന്തെങ്കിലുമൊക്കെ അവൻ്റെ ലൈഫിൽ അവൻ മാറ്റി വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ അവന് ബാലൻസ് വന്നു പോയിട്ടുണ്ടാവും പഠിക്കാൻ. അല്ലാതെ എല്ലാം പഠിച്ചിട്ട് ഒരു അക്ഷരം പോലും വിട്ടുപോകാതെ ഓരോ ടോപ്പിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിച്ചിട്ടല്ല എല്ലാവരും പോകുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മറവികളൊക്കെ ഉണ്ടാവും. അല്ലാതെ എല്ലാം അടിപൊളി സെറ്റായിട്ടൊന്നുമല്ല, ആ സമയത്തെല്ലാം ഓർമ്മ വന്നോളൂ. അപ്പം അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ള, നിങ്ങൾ ഇത്രയും കാലമായിട്ട് തൊട്ട് നോക്കാത്ത ഒരു ചാപ്റ്റർ അതിലുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 1-2 ചാപ്റ്ററുകൾ അതിന് വെയിറ്റേജും നല്ല കുറവെന്ന് വിചാരിച്ചോ, ഇത് ഓർത്തുകൊണ്ട് ടെൻഷൻ ആകാം. ഇവിടെ ചില വിട്ട് കളയേണ്ട കാര്യങ്ങൾ വിട്ട് കളയാനും പഠിക്കണം. അല്ലാതെ എല്ലാം പിടിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്റർ വേണ്ടാന്ന് വെക്കാൻ പഠിക്കണം. ആ ചാപ്റ്റർ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകണം. വിട്ട് കളയേണ്ടത് എന്താണെങ്കിലും ശരി, ലൈഫിൽ നമ്മുടെ കൂടെ കൂടാത്തത് നമ്മൾ ലൈഫിൽ ഒഴിവാക്കിയേ പറ്റൂ. നമ്മുടെ കൂടെ കൂടുന്നതിനെ മാത്രം കൂടെ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. 14 ദിവസങ്ങളേ ഉള്ളൂ. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ 3 ദിവസം കുറയ്ക്കാൻ പറഞ്ഞു, പിന്നെ 11 ദിവസമേ ഉള്ളൂ. ഈ 11-ൽ 2 ദിവസം നമ്മൾ മാറ്റി. ആ 2 ദിവസം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് എന്തൊക്കെയോ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമ്മുടെ മുന്നിൽ 9 ദിവസങ്ങൾ. ഈ 9 ദിവസം നമ്മൾ ഇനി എങ്ങനെ ഒരുങ്ങാന്നല്ലേ? ഈ 9-ൽ ഞാൻ നിങ്ങളോട് പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കണം. നിങ്ങൾക്ക് ടോട്ടലി 84 ചാപ്റ്റേഴ്സ് അല്ലേ? ഈ 84 ചാപ്റ്റേഴ്സിൽ കുഞ്ഞുങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഒരു ദിവസം 21ഓളം ചാപ്റ്റേഴ്സ് എടുക്കുകയാണ്. നാളെ ദിവസം 21ഓളം ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാണ്. പഠിക്കില്ല കേട്ടോ, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ട്. നിങ്ങൾ ഓരോ A4 ഷീറ്റിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, മുന്നേ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഓരോ A4 ഷീറ്റിലേക്ക് നിങ്ങളുടെ ഓരോ ചാപ്റ്ററുകളെയും കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ ഓരോ A4 ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചേക്കുന്ന ഓരോ ചാപ്റ്ററുകളും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ റിവൈസ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ മുന്നിലുള്ളത് 9 ദിവസങ്ങൾ. ഈ 9-ൽ ഒരു ദിവസം നമ്മൾ എടുത്തു വെക്കാൻ പോകുന്നു 21 ചാപ്റ്റേഴ്സ്. ഇവിടെ ആദ്യം തന്നെ ടഫായിട്ടുള്ള ഒരു സാധനം, അതായത് ടഫ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ വെറുപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആദ്യം എടുത്തു വെക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള, നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആദ്യം എടുത്തു വെക്കുക. ആദ്യം തന്നെ മറിച്ചിടുമ്പോൾ നമ്മളെ മനസ്സിലെല്ലാം ഓർത്ത് വരുന്നത്, എല്ലാം ഓർമ്മ ഇട്ടുണ്ട്, ഓക്കെ നമ്മൾ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ തന്നെ ഉള്ള ഒരു തോന്നല്, ഞാൻ സെറ്റാണ്, എനിക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഓർമ്മയിൽ നമ്മൾ ആ ചാപ്റ്റർ നോക്കി അടുത്ത് നോക്കി ഇങ്ങനെ പോകും. ഇതിനിടയിൽ ഉച്ചയ്ക്കത്തെ 2 മണി മുതൽ 5 മണി വരെയുള്ള സമയം വേറെ ഒന്നിനും മാറ്റി വെക്കുന്നില്ല. ആ സമയത്ത് നിങ്ങൾ എക്സാംസ് തന്നെ എഴുതണം. ആ പഠിച്ച ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഇത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഡേ കഴിഞ്ഞ് ഈ ഒരു ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അന്നും 21ഓളം ചാപ്റ്റേഴ്സ് നോക്കി. ഈ 2 ദിവസം കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം, ആ 3-ാമത്തെ ദിവസം മുഴുവൻ ചാപ്റ്റേഴ്സും ഈ കണ്ട 42 ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യണം. ഈ പഠിച്ച 2 ദിവസങ്ങളായിട്ട് 21 ചാപ്റ്റർ, ടോട്ടൽ 42 ചാപ്റ്റേഴ്സ് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇനി 4-ാമത്തെ ദിവസം 21 ചാപ്റ്റർ, 5-ാമത്തെ ദിവസം 21 ചാപ്റ്റർ, 6-ാമത്തെ ദിവസം ആവുമ്പോൾ ഈ പഠിച്ചേക്കുന്ന 42 ചാപ്റ്ററുകൾ പിന്നീട് പഠിച്ചേക്കുന്നത് അത് മൊത്തം റിവൈസ് ചെയ്യാം. 7-ാമത്തെ ദിവസം ആകുമ്പോൾ മൊത്തം നമ്മുടെ ഫുൾ ചാപ്റ്റേഴ്സ്, നീറ്റ് എക്സാമിൽ നിങ്ങൾ കാണുന്ന എല്ലാ ചാപ്റ്റേഴ്സിനെയും നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് 7-ാമത്തെ ദിവസം. 8-ാമത്തെ ഒരു ദിവസം കൂടെ ബാക്കി, 9-ാമത്തെ ദിവസം നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാം. അത് ഏപ്രിൽ 30-ാം തീയതി നിങ്ങളെ നീറ്റ് എൻട്രൻസ് എക്സാം. അതിന് വേണ്ടിയിട്ട് ഇനിയുള്ള ഒരു ദിവസമില്ലേ, അത് നിങ്ങൾ കൂളായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ചിട്ട് നോക്കി എല്ലാം സെറ്റാണെന്ന് ഉറപ്പ് വരുത്തി 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാനൊരു പേപ്പർ തരും, ഒരു അടിപൊളി പേപ്പർ. നിങ്ങൾ നീറ്റിന് കാണാൻ പോകുന്ന പോലത്തെ ഒരു പേപ്പർ. ആ പേപ്പറിൻ്റെ മക്കൾ എഴുതണം. അത് അടിപൊളിയായിട്ട് ആ സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ എഴുതാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന നീറ്റിൽ കാണാൻ പോകുന്ന പല ക്വസ്റ്റ്യൻസും നിങ്ങൾ അവിടെ കാണും. അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി തയ്യാറാവുക. അതിന് വേണ്ടിയിട്ട് ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികൾ കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്തേക്കണം. ഓക്കെ, കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ആവുക. പിന്നെ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ആ 2 ദിവസം ഉണ്ടായിരുന്നില്ലേ, 14-ൽ 3 മാറ്റി, പിന്നെയുള്ള 2 ദിവസം, ആ 2 ദിവസം 9 കൂടാതെയുള്ള 2 ദിവസം, ആ സമയത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന്. നിങ്ങൾ ഏതെങ്കിലും ഒരു സെൻറ്ററിലായിരിക്കും പഠിക്കുന്നത്. നിങ്ങൾ എവിടെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരോ എന്ത് ചീത്ത പറഞ്ഞോട്ടെ, നിങ്ങൾ ഏതൊക്കെ മോക്ക് എക്സാംസ് എഴുതിക്കോ, ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ റാങ്ക് ഒന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ അതിൽ ഒന്നും ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ പെൻഡിങ് എന്തോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ 2 ദിവസം എടുത്തത്. ആരെന്ത് പറഞ്ഞാലും ഒരു കാര്യം ഓർക്കുക, ഫൈനൽ എക്സാമിന് ടോട്ടലി നമ്മൾ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച 2 ദിവസങ്ങളാണ്. അതുകൊണ്ട് ആ 2 ദിവസങ്ങൾ നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ ആവണ്ട, അതങ്ങോട്ട് വിട്ടേക്ക്. നിങ്ങൾ കൂളായിട്ടിരിക്കുക.
ആ 2 ദിവസം പോട്ടെ, ഒരു രീതിയിലും നമ്മളത് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫൈനലി നമ്മൾ കൊടുക്കാൻ പോകുന്നതിനെ കുറിച്ച് മാത്രം ഓർക്കുക. അങ്ങനെ ഏപ്രിൽ 30 ആവും അല്ലേ? ഈ ഏപ്രിൽ 30 ആവുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ അന്നത്തെ ദിവസം കൂളായിട്ട് നിങ്ങൾ ഈ എക്സാം എഴുതുക. അങ്ങനെ നമ്മുടെ ഒരു നീറ്റ് എഴുതിയൊരു ഫീൽ നമുക്കുണ്ടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ മാച്ചസ് ഒക്കെ കാണുന്നില്ലേ? ക്രിക്കറ്റ് മാച്ചിലേക്ക് തന്നെ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ 50 ഓവേഴ്സുള്ള മാച്ചുകളായിരുന്നു ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാറ്. വൺ ഡേ മാച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് എന്നൊക്കെ 2020 കാലം. ഇനി ചിലപ്പോൾ അതിലും കുറയുന്ന കാലങ്ങളൊക്കെ വരുമായിരിക്കും. അന്നൊക്കെ ഈ 50 ഓവർ മാച്ച് എന്ന് പറയുമ്പോഴേ ആദ്യത്തെ ഓപ്പണേഴ്സ് ഇറങ്ങുമ്പോൾ തന്നെ, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ ക്രീസിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്നൊരു വല്ലാത്തൊരു ഇതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു 300-350 സ്കോർ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം ജയിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഓപ്പണേഴ്സ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ പ്രാർത്ഥിക്കും, ഫസ്റ്റ് നല്ലൊരു അടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ 14 ദിവസങ്ങൾ മനസ്സിനുള്ളിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങി തിരിച്ചാണെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. മുട്ടി നിൽക്കാതെ അടിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. അവസാനത്തെ ഓവറുകൾ, ആ അവസാനത്തെ ഓവറുകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവാണ്. നിങ്ങൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞു. ഈ എഴുതി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എന്താണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്. സാധാരണ ഇത് തിരുത്താനുള്ള സമയം നമുക്കില്ലാതെ പോകും. പക്ഷേ നമ്മൾ നേരത്തെ നമ്മളായിട്ട് അങ്ങോട്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു 3 ദിവസങ്ങളുണ്ടായിരുന്നു. അന്ന് പടച്ചോൻ്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ച് വെച്ചേക്കുന്ന ആ 3 ദിവസങ്ങൾ, ആ 3 ദിവസങ്ങളാണ് ഇനിയുള്ള നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന 3 ദിവസങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഡേയ്സ് കൊണ്ട് നമുക്ക് പറ്റുന്ന എല്ലാ മിസ്റ്റേക്സിനെയും ക്ലിയർ ചെയ്യാനും ഏറ്റവും ഫൈനലി മെയ് 4-ാം തീയതി എക്സാമിൽ ഏറ്റവും ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ, നിങ്ങൾ കാണാറുണ്ട് ഓരോ മാച്ചിൻ്റെയും 45 മുതൽ 50 വരെയുള്ള ഓവറുകൾ, ആഞ്ഞടിക്കുന്ന ഓവറുകൾ, നമ്മുടെ ടീം ജയിക്കണോ തോൽക്കണോ എന്ന് വിചാരിക്കുന്ന അവസാന ഓവറുകൾ. ആ അവസാന ഓവറുകൾക്ക് തയ്യാറാവുക. അതിന് വേണ്ടിയിട്ടാണ് അവസാനത്തെ 3 മാസങ്ങൾ അടിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണെങ്കിൽ നമ്മുടെ ടീം ജയിക്കും. നിങ്ങളുടെ ടീം, നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ റിലേറ്റീവ്സും നിങ്ങളെ കൂടെ എങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ടോ അവരാണ് നിങ്ങളുടെ ടീം. ആ ടീമിൻ്റെ ക്യാപ്റ്റൻ, അത് നിങ്ങൾ തന്നെയാണ്. ആ ക്യാപ്റ്റൻ വിചാരിക്കണം ആ ടീം ജയിക്കണോ തോൽക്കണോ എന്ന്. നിങ്ങളുടെ കയ്യിലാണ് എല്ലാ തന്ത്രങ്ങളും എല്ലാം ഉള്ളത്. അതൊക്കെ വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവുക. അവസാനത്തെ 3 ദിവസങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നുണ്ടോ അതെല്ലാം ഓർത്തെടുത്ത് അവസാനത്തെ ദിവസം കൂളായിട്ട് എക്സാമിനേഷൻ ഹോളിലേക്ക് പോവുക. ഈ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി എൻ്റെ മക്കൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ലൈഫിൽ നിങ്ങളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ 30% ടെൻഷനും കൂടെ മാറ്റി വെക്കുക. ഇനി ഉണ്ടല്ലേ 40. ഈ 40 എങ്ങനെയാണെന്നല്ലേ? ആ 40-ൽ 30% കൂടെ ഞാൻ എടുക്കട്ടെ. എന്താണെന്നറിയോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എല്ലാവരോടും പറയാനുള്ള കാര്യം ഇതാ, നിങ്ങൾ ഈ കഴിഞ്ഞ 6-7 വർഷത്തെ ക്വസ്റ്റ്യൻസ്, നീറ്റ് എൻട്രൻസ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ PYQs എടുത്ത് നോക്കുക. ഇതെടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം വരാനുണ്ട്. കാരണം എന്താ അറിയോ? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നും നിങ്ങൾക്ക് അറിയാത്തായിട്ടില്ല, എല്ലാം നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ പഠിച്ചു തന്നെ ഇവിടെ ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്കുണ്ട് ഒരു കോൺഫിഡൻസ് ഒന്നും കൂടെ കൂടാൻ. ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇതൊക്കെ ഞാൻ പഠിച്ചല്ലേ, ഇതൊക്കെ എനിക്ക് അറിയുന്നില്ലേ, ഇതല്ലേ ഫൈനൽ നീറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നത്? PYQ അവസാനത്തെ എടുത്ത് നോക്കുന്നതോടുകൂടെ അവസാനത്തെ ആ 30% ടെൻഷനും കൂടെ അങ്ങ് പോയി. അപ്പോൾ 90% പ്രശ്നങ്ങളും നമ്മൾ പൊട്ടിക്കെട്ടി. ഇനിയുള്ള 10% അല്ലേ, ആ 10% അവിടെ ഇരുന്നോട്ടെ. അതും കൂടെ ഇല്ലാണ്ടായി പോയാലേ നമ്മുടെ ഓവർ കോൺഫിഡൻസ് കാരണം നമ്മൾ എക്സാമിന് പോയിട്ട് കുറേ കൂടെ തെറ്റൊക്കെ വരുത്തും. ആ തെറ്റ് വരുത്തുന്ന ഒരു അവസ്ഥ വേണ്ട. ആ കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. ആ 10% കാര്യം എന്തായാലും അവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് എക്സാമിനേഷൻ ഹോളിൽ നിന്ന് കഴിഞ്ഞിറങ്ങുമ്പോൾ ആ കുഞ്ഞു ടെൻഷനൊക്കെ അവിടെ വെച്ചുകൊണ്ട് ആ ഹാപ്പി ആയിട്ട് ഇറങ്ങിയിട്ട് ആ സമയത്ത് തീർക്കാം നമുക്ക്. ആ സമയത്ത് പാരൻസിൻ്റെ അടുത്ത് ഓടി വരുന്ന നിങ്ങൾ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച നിങ്ങൾ, ആ സ്റ്റെത്തും വൈറ്റ് കോട്ട് സ്വപ്നം കണ്ട് ഇത്രയും കാലം കഷ്ടപ്പെട്ട നിങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് കഷ്ടപ്പെട്ട നിങ്ങൾ, ആ നിങ്ങൾക്ക് അവസാന സമയം സന്തോഷിക്കണമെങ്കിലേ ആ കുറച്ച് ടെൻഷൻ അവിടെ ഇരിക്കുന്നത് നല്ലതാണ്. ആ ടെൻഷനോട് കൂടെ തന്നെ പോയാൽ മതി. അവസാനം എല്ലാം മാറ്റി വെച്ച് 100% ടെൻഷനും റിലീവായിട്ട് വരുന്ന ഒരാളുണ്ടാവും മെയ് 4-ാം തീയതി. അത് നിങ്ങളാവട്ടെ. ആ കുട്ടികളുടെ കൂട്ടത്തിൽ നാളെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടുന്ന 2025 ബാച്ചിലെ കുട്ടികളാവാൻ നിങ്ങൾ ഓരോ ആളുകൾക്കും പഠിച്ചവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ.
ഏറ്റവും നല്ല മക്കളായിട്ട് ഏറ്റവും നല്ല കോളേജ് സ്വപ്നം കണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്കി എല്ലാ ടെൻഷനും പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവസാന ഓവറുകളിൽ മുന്നിൽ കയറി നിന്ന് ടീമിനെ നയിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, അത് നിറവേറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കുട്ടികളായിട്ട് നിങ്ങൾക്ക് ആ ടീമിന്റെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ജീവിതത്തിൽ ഇനിയും 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 കുറേ ഉയരങ്ങളിലേക്ക് ഓരോ മക്കൾക്ക് എത്താൻ പറ്റട്ടെ. നിങ്ങൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു കോച്ചിനെ പോലെ ഈ 14 ദിവസങ്ങൾ ഞങ്ങൾ ഉണ്ടാവും കൂടെ. വന്നോ, ജോയിൻ ആയിക്കോ, കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നോട്ടേക്ക് പോവാം, ഡോക്ടർ ആവുന്നത് വരെ. ഓക്കെ മക്കളെ.